ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും peeli'sworldലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ തണുപ്പ് കാലത്ത് ഒരുവിധം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. കാരണം തണുപ്പ് കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുണ്ടൊക്കെ ഒന്ന് ഡ്രൈ ആയി പൊട്ടി ആകെപ്പാടെ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ലിപ് ബാമും ലിപ് ഗ്ലോസൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയുള്ളവരുണ്ടാവും. കെമിക്കൽസ് ഉണ്ടാവുമോ, ചുണ്ട് കറുത്ത് പോകുമോ എന്നൊക്കെ പേടിച്ച് യൂസ് ചെയ്യാതിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം ഞാനിന്ന് തയ്യാറാക്കി കാട്ടിത്തരുന്നത് യാതൊരു തരത്തിലുള്ള കെമിക്കൽസും യൂസ് ചെയ്യാണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ലിപ് ബാമാണ്. നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലിപ് ഗ്ലോസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളതെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. അപ്പോഴാണ് ഞാൻ ഇതുപോലെ മുന്നോട്ട് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോസും മിസ് ആവാതെ കാണാം. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ലിപ് ബാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാസ്ലിനാണ്. നിങ്ങൾക്ക് വാസ്ലിൻ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ രണ്ടും ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു സ്പൂൺ വാസ്ലിനാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല കട്ടി ആയതുകൊണ്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഡബിൾ ബോയിൽ ഒന്ന് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വാസ്ലിൻ വെച്ചിട്ടുള്ള ബൗൾ നമുക്ക് അതിലേക്കൊന്ന് ഇറക്കി കൊടുക്കണം. അങ്ങനെയാണ് ഇതൊന്ന് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് വേണമെങ്കിലും ഒന്ന് എടുക്കുക. ഇത് വാസ്ലിനൊന്ന് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ മെൽറ്റായിട്ട് കിട്ടും. അതിന് ശേഷം വേണം നമുക്ക് വേറെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ. വാസ്ലിൻ നമ്മുടെ ചുണ്ടിനെ നല്ല പോലെ മോയ്സ്ചർ ചെയ്യാനും സ്മൂത്തായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ വാസ്ലിൻ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേരയാണ്. അലോവേര യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ എടുക്കുക. കാരണം നമ്മൾ ചുണ്ടിലേക്ക് ചെയ്യുന്നത് കൊണ്ട് ബോട്ടിൽഡ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിന് നല്ലൊരു പിങ്ക് കളർ ലഭിക്കാനും വളരെ നല്ലതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചുണ്ട് ഡ്രൈ ആവാതെ നല്ല സ്മൂത്ത് ആൻഡ് മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഒരു കളറിന് വേണ്ടി നമ്മുടെ ലിപ് ബാമിന് നല്ലൊരു കളർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ ലിപ് ബാമിന് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ലിപ് ബാമിന് നല്ലൊരു കളർ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വാട്ടർമെലൺ ജ്യൂസാണ്. അപ്പോൾ ഒരു 2-3 സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു സ്മൂത്ത് പേസ്റ്റ് ആയി കിട്ടുന്ന തരത്തിൽ നിങ്ങൾ മെഷർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുകൂടി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യണം. എന്നാലേ അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. വാസ്ലിൻ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ ഒരു കട്ട പിടിച്ച പോലെ ഇരിക്കും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടി ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്മൂത്ത് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വെക്കാം. ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് വെക്കാം. അതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഒരു ചെറിയൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാത്ത തരത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതൊരു നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയെടുത്താകും. ചെറിയ നമ്മൾ ലിപ് ബാമൊക്കെ യൂസ് ചെയ്യുന്ന ഡബ്ബികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇത് എടുത്തു വെക്കാം. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഗ്ലോയിങ് ഉള്ളൊരു ലിപ് ബാമാണിത്. നമ്മളിനി ഒരിക്കലും ലിപ് ബാം കടയിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യേണ്ട കാരണം അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ലിപ് ബാം നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് 2 ആഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. സെറ്റ് ചെയ്ത് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഒരു 2 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ലിപ് ബാമാണ്. ഇനി ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതൊരു ലിപ് ഗ്ലോസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ എന്തായാലും ഈ തണുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു ലിപ് ബാം തയ്യാറാക്കി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഗ്ലോയിങ് ആണിത്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു തിളക്കം കിട്ടും ചുണ്ടിന്. അതുപോലെ തന്നെ ചുണ്ട് നല്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മടി കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.